ഈ ജനങ്ങൾ ഈ എന്താണ് അധികാരത്തോട് മടുത്ത് നിവൃത്തിയില്ലാതെ കോൺഗ്രസിൻ്റെ കയ്യിൽ വെള്ളിത്താളത്തിൽ വെച്ച് കൊടുക്കുന്ന സാധനം എടുത്ത് അനുഭവിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം കോൺഗ്രസ് പണിയെടുത്തിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ അങ്ങനെ രാഹുൽ ഗാന്ധിനെ കുറിച്ച് പറയുന്നില്ല കേട്ടോ. രാഹുൽ ഗാന്ധി നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ മറ്റുള്ള നേതാക്കന്മാർ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? കാരണം എത്രയോ മുതിർന്ന നേതാക്കന്മാരായിരുന്നു ഈ 2011-12 കാലങ്ങളിലൊക്കെ. കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരെ നോക്കിയാൽ നമുക്ക് ഞെട്ടിപ്പോകും. കാരണം നിരയായിട്ട് നിൽക്കുകയാണ് നേതാക്കന്മാർ. ഇപ്പം നമ്മളങ്ങനെ കാണുന്നുണ്ടോ? നമ്മളൊരു 4, 5, 6 നേതാക്കന്മാരിൽ ഒതുങ്ങി എന്ന് പറയുന്നത്. സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി തന്നെ കോൺഗ്രസിന് എത്ര നേതാക്കന്മാരായിരുന്നു? ഇപ്പോൾ കോൺഗ്രസിന് എത്ര നേതാക്കന്മാർ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാനുണ്ട്? നമുക്ക് പറഞ്ഞാൽ കേട്ടോ, 1, 2 ആൾക്കാർ, അത് പകുതി ആൾക്കാരും പുറത്താണ്. ഈ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്ത് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു നേതൃനിരേനെ രണ്ടാമത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടോ? ഇനി അടുത്ത അധികാരത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെയായിരിക്കും കോൺഗ്രസിനെ നയിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഇവിടെ കേരളത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയ 2ാം നിര ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞല്ലോ. ആ 2ാം നിരേനെ ഇപ്പോൾ കാണാനുണ്ടോ? അതുപോലെ തന്നെയാണ് അവിടെ. നമുക്കൊരു നിരേനെ കാണാനില്ല. ആ നിര ഇല്ലാതായിട്ടുണ്ട്. ആ നിര ഇല്ലാതായത് ആർക്ക് മനസ്സിലാകുന്നുണ്ട്? ഘടകകക്ഷികൾക്ക് മനസ്സിലാകുന്നുണ്ട്.